भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വീണ്ടും ഞാനെത്തിയല്ലോ ഹരികഥ പറയാൻ കൃഷ്ണ കാരുണ്യസിന്ധോ. വീണ്ടും നീ എത്തിടേണം ഗളമതിലതിലായി വാക്കു നന്നായി ജനിക്കാൻ. വീണ്ടും എത്തിയിടവേണം ഹരിയുടെ പ്രിയരാം ഭക്തജാലങ്ങളെല്ലാം. വീണ്ടും നന്നായി തുടങ്ങാം ഹരികഥയറിയാൻ കൃഷ്ണനിൽ ചേർന്നലിയാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വീണ്ടും ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരോപാസന ആരംഭിക്കുകയാണ്, പുനരാരംഭിക്കുകയാണ്. ഇന്ന് ഈ അക്ഷരപൂജയുടെ 888 ദിവസമാണ്. ശ്രീമദ് ഭാഗവതം മുക്തിസ്കന്ധം എന്നറിയപ്പെടുന്ന ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവന് ഭഗവാൻ ഉപദേശങ്ങൾ നൽകുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് 10-12 ദിവസം ഇത് ഒന്ന് നിർത്തിവെക്കേണ്ടി വന്നത്. സർവം ഭവൽ പ്രേരണ ഏവ ഭൂമൻ എന്ന് സ്മരിക്കണു. ഏകാദശ സ്കന്ധത്തിൽ 29 അധ്യായം ഭഗവതുദ്ധവ സംവാദം സമർപ്പിക്കപ്പെടുന്ന അധ്യായമാണ് 29 അധ്യായം. അതിൽ ആദ്യത്തെ 15 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുസ്മരിച്ചു. 16 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഭഗവാൻ ഉദ്ധവന് വളരെ വിശേഷമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി ഉദ്ധവനെ ബദരിയാശ്രമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടെ പറഞ്ഞു, ഈ അസൂയ, നിന്ദ, സ്പർദ്ധ തുടങ്ങിയ ദോഷവൃത്തികളും അഹങ്കാരങ്ങളും ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലാതെയാവും. സമന്മാരിൽ നിന്ദ, തന്നിൽ അഹംഭാവം, ഗുണവാന്മാരിൽ അസൂയ, ഇതൊക്കെ ദോഷമാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നാണ്. ഭാഗവതം വേണ്ട പോലെ അറിഞ്ഞാൽ, ഭാഗവതത്തിൽ അലിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് തീരും. അത്
വേണ്ട പോലെ മനസ്സിലാക്കുകയും അതിനെ മനസ്സിരുത്തി മനസ്സിലാക്കുക, അല്ലേ? മനസ്സിങ്ങനെ ചഞ്ചലമാണ് എപ്പോഴും, അതിനെ ഒരു ദിക്കിൽ ഇരുത്താൻ സാധിക്കണം. അതുകൊണ്ടാണ് മനസ്സിരുത്തി അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും ഒരു മനസ്സിരുത്തൽ ആവശ്യമാണ്. 16-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, വിസൃജ്യ സ്മയമാനാൻ സ്വാൻ ദൃശ്യം വ്രീഡാം ച ദൈഹികീം പ്രണമേൽ ദണ്ഡവത് ഭൂമാവ് ആശ്വചാണ്ഡാള ഗോഖരം. സ്മയമാനാൻ ഹസിക്കുന്ന, പരിഹസിക്കുന്ന, സ്വാൻ സ്വസംബന്ധികളെയും, ദൈഹികീം ദേഹത്തെ സംബന്ധിച്ച ദൃശ്യം വിചാരത്തെയും, വ്രീഡാം ച ലജ്ജയെയും, വിസൃജ്യ ഉപേക്ഷിച്ചിട്ട്, അശ്വചാണ്ഡാല ഗോഖരം ശ്വാവ്, ചാണ്ഡാളൻ, പശു, കഴുത ഇവയൊക്കെ ദണ്ഡവൽ ഭൂമൗ പ്രണമേൽ ദണ്ഡം പോലെ ഭൂമിയിൽ വീണ് നമസ്കരിക്കും. അപ്പൊ അന്യരെ ഹസിക്കുന്ന തൻ്റെ ബന്ധുക്കൾ സംബന്ധികളെയും, അതേപോലെ തന്നെ ഇയാള് ഉത്തമനാണ് മറ്റേയാൾ നീചനാണ് എന്നുള്ള ചിന്തയെയും, അത് ദേഹഭാവം കൊണ്ടുണ്ടാവുന്നതാണ്, അത് ഉപേക്ഷിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന ലജ്ജകൾ ഉപേക്ഷിക്കുക. എല്ലാത്തിലും ഒരേ ഒരു ആത്മാവാണ്, ഒരേ ഒരു ഈശ്വരനാണ് എന്ന് കണക്കാക്കുക. നായ, ചണ്ടാളൻ, പശു, കഴുത ഇതിനെയൊക്കെ പലതിനെ ശ്രേഷ്ഠമായും ചിലതിനെ മോശമായിട്ടും കണക്കാക്കാറുണ്ട്. അതില് അങ്ങനെ സകല പ്രാണികളിലെയും കാണുമ്പോഴും അതിലൊക്കെ തന്നെ ഒരേ ഒരു ഈശ്വരനാണ് എന്ന് ബോധ്യം വരിക. അങ്ങനെ ആ ഭഗവാൻ ഏകൻ തന്നെയാണ്. ആ ഏകൻ പലതായി നമുക്ക് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഭേദഭാവനയ്ക്ക് കാരണമില്ല എന്നറിഞ്ഞ് ചരാചരസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ കാണുന്നിടത്തൊക്കെ ഭഗവാനെ കാണുക. കാണുന്നതെല്ലാം നാരായണ പ്രതിമ, അല്ലേ? കേൾക്കുന്നതെല്ലാം നാരായണന്റെ നാമങ്ങൾ. അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തണം, നമസ്കരിക്കണം. യാവത് സർവേഷു ഭൂതേഷു മദ്ഭാവോ നോപജായത്തെ താവദേവം ഉപാസീത വാങ്മനക്കായ വൃത്തിഭി. സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും, മദ്ഭാവ എൻ്റെ ഭാവം, യാവത് ന ഉപജായത്തെ ഏതുവരെ ജനിക്കാതിരിക്കുന്നുവോ താവത് അതുവരെ, വാങ്മനക്കായ വൃത്തിഭി വാക്ക്, മനസ്സ്, ശരീരം ഇവയുടെ വ്യാപാരങ്ങൾ, ഏവം ഉപാസീത ഈ തരത്തിൽ ഉപാസിക്കണം എന്ന് പറയുന്നു. എല്ലാത്തിലും മിന്നിത്തിളങ്ങുന്നത് ഞാനാണ്, ആ ഭഗവാനാണ് എന്ന ബോധം ഉറയ്ക്കുന്നതുവരെ, എത്ര കാലം കൊണ്ടാണോ അത് ഉറയ്ക്കുന്നത് അതുവരെ, യാവത് താവത് അതുവരെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സകല പ്രാണികളെയും ഈ തരത്തിൽ ഉപാസിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ. എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കണം. സർവം ബ്രഹ്മാത്മകം തസ്യ വിദ്യാത്മമനീഷയാ പരിപശ്യന്നുപരമേൽ സർവതോ മുക്ത സംശയ. തസ്യ അവന് സർവം ബ്രഹ്മാത്മകം എല്ലാം ബ്രഹ്മസ്വരൂപം. അതെങ്ങനെ? ആത്മമനീഷയ ആത്മധ്യാനം കൊണ്ടുണ്ടായ വിദ്യയ അറിവിനാൽ, സർവതഃ എല്ലാറ്റിൽ നിന്നും, മുക്ത സംശയ സംശയ നിവൃത്തി വന്നവനായി, പരിപശ്യൻ യഥാർത്ഥത്തെ കണ്ടുകൊണ്ട്, ഉപരമേത് ഉപരതി പ്രാപിക്കണം എന്നാണ്. അങ്ങനെ ഉപാസിക്കുന്ന ആളുകൾ, ഈ തരത്തിൽ എല്ലാത്തിലും ഭഗവാനെ ഉപാസിക്കുന്ന ആളുകൾ എല്ലാത്തിലും ആ ബ്രഹ്മം മാത്രമാണ് സത്യം എന്നുള്ളത് മനസ്സിലാവും. എല്ലാവരിലും ചൈതന്യമായി നിൽക്കുന്നത് ആ ഭഗവാനാണ്, ആ സദ്ഭാവമാണ്. ആ സദ്ഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശിവമായിരിക്കുന്ന നമ്മുടെ സ്വരൂപം കേവലം ശവമായി മാറുമെന്ന് തിരിച്ചറിവുണ്ടാവുക. ഇങ്ങനെ ആത്മസ്വരൂപത്തെ സൂക്ഷിച്ചറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആത്മസാക്ഷാത്കാരം. അതുകൊണ്ട് വർണ്ണാശ്രമങ്ങൾ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, മൃഗം, പക്ഷി, ലത എന്നു വേണ്ട സ്ത്രീ പുരുഷന്മാര്, ബാലൻ, വൃദ്ധൻ, ഇങ്ങനെയുള്ള ഭേദഭാവനകൾ മുഴുവൻ
ഇല്ലാതെയാകും. അങ്ങനെ വരുമ്പോൾ ക്രിയാമാർഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും എന്ന് മാത്രമല്ല, ആ ക്രിയാമാർഗത്തെ ഉപേക്ഷിച്ച് ഉപരതിയിലേക്ക് എത്തിച്ചേരും. അയം ഹി സർവകൽപ്പാനാം സദ്ധ്രീചീനോ മതോ മമ മദ്ഭാവ സർവഭൂതേഷു മനോവാക്കായ വൃത്തിഭി. ഭഗവാൻ പറയുകയാണ് തുടർന്ന്, സർവഭൂതേഷു മനോവാക്കായ വൃത്തിഭി, സകലഭൂതങ്ങളിലും മനസ്സിൻ്റെയും വാക്കിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവൃത്തികൾ കൊണ്ട് മദ്ഭാവ, എൻ്റെ ഭാവം, അയം ഇത് സർവകൽപ്പാനാം സദ്ധ്രീചീന, സകലോപായങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് മമ മതഃ, എൻ്റെ മതം, എൻ്റെ അഭിപ്രായം, എൻ്റെ സമ്മതം എന്നാണ്. ത്രിവിധ കരണങ്ങളെ കൊണ്ട്, കായേന വാച മനസേന്ദ്രിയേർവാ, ഇങ്ങനെയുള്ളതൊക്കെ 3 കരണങ്ങൾ കൊണ്ട്, വാക്കുകൊണ്ട്, ശരീരം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. അപ്പം ഇതിൻ്റെ ആ സമർപ്പണം മുഴുവൻ അതെല്ലാം ആ ഭഗവാനിലേക്കാണ്. സകല ഭൂതങ്ങളിലും ഭഗവത് ഭാവത്തെ അഭ്യസിക്കാനുള്ള മാർഗമാണ്. എല്ലാ മാർഗങ്ങളിലും ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് എൻ്റെ അഭിപ്രായം, എൻ്റെ നിശ്ചയം ഭഗവാൻ ഉദ്ധവന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു. നഹ്യങ്കോപക്രമേ ധ്വംസോ മദ്ധർമ്മസ്യോദ്ധവാൺവപി മയാ വ്യവസിത സമ്യക് നിർഗുണത്വാദനാശിഷ. ഹേ ഉദ്ധവ, മദ്ധർമ്മസ്യ ഉപക്രമേ, എന്നെ സേവിക്കുക എന്ന ലക്ഷണമായ ധർമ്മത്തിൻ്റെ, ഭാഗവത ധർമ്മത്തിൻ്റെ തുടക്കത്തിൽ, ആരംഭത്തിൽ, അനാശിഷ ആഗ്രഹമില്ലാത്തവന്, നിർഗുണത്വാത് അപി, നിർഗുണത്വം കാരണം അണു അപി, അല്പം പോലും, നിർഗുണത്വാത് അണു അപി, നിർഗുണത്വം കാരണം അല്പവും, ധ്വംസഃ നാശം, നാസ്തി ഇല്ല എന്ന് മയാ സമ്യക് വ്യവസ്ഥിത, എന്നാൽ വളരെ ഭംഗിയായിട്ട് പറയപ്പെട്ടിരിക്കുന്നു. അപ്പം എല്ലാ ഉപായങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായത് എന്തുകൊണ്ടാണ് ഈ മനസാ വാച കർമ്മണ ഒക്കെ ഭഗവാന് സമർപ്പിക്കുന്നത് എന്നാണെങ്കിൽ, അന്യവിഷയങ്ങളിൽ ആഗ്രഹിക്കാതെ എന്നെ തന്നെ സേവിക്കുക എന്ന ധർമ്മം മനസ്സിൽ ഉറയ്ക്കുമ്പോൾ ത്രിഗുണങ്ങളുടെ ബന്ധത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വേറിട്ട് വരും. അപ്പോൾ ദോഷം എന്നൊന്നില്ല. അപ്പം അതുകൊണ്ട് ഗുണബാധയെ നശിപ്പിക്കുന്ന നിഷ്കാമ ഭജനം കൊണ്ട് സ്വതന്ത്രനായി മാറും ഉപാസകൻ. അതുകൊണ്ട് ഈ വഴി വിഘ്നങ്ങളില്ലാത്തതാണ്, അനശ്വരമാണ്, നാശമില്ലാത്തതാണ് ഭഗവത് ഭക്തിയുടെ വഴി. യോയോ മയി പരേ ധർമ്മ കൽപ്യത്തെ നിഷ്ഫലായ ചേൽ തദായാസോ നിരർത്ഥസ്യാൽ ഭയാദേരിവ സത്തമ. ഇത് പറഞ്ഞു, ഹേ സത്തമ, പൂജ്യനായിരിക്കുന്നു ഉദ്ധവ, യാതൊരു നിരർത്ഥ അർത്ഥശൂന്യമായ ആയാസം പരേ മയി നിഷ്ഫലായ കൽപ്യത്തെ ചേൽ, പരനായ എന്നിൽ ഫലകാംക്ഷ കൂടാതെ കൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഭയാദേ ഇവ, ഭയാദികളിൽ നിന്നുണ്ടാകുന്നത് പോലെയുള്ള തദായാസ ആ ശ്രമം ധർമ്മ സ്യാൽ, അത് ധർമ്മമായിട്ട് മാറും എന്ന് ഉദ്ധവ അങ്ങ് മനസ്സിലാക്കുക. ഹേ സത്തമ, സജ്ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഉദ്ധവ, അർത്ഥശൂന്യമായ ലൗകിക വ്യാപാരങ്ങൾ കൂടി ഫലമുള്ളതായി കാണപ്പെടും. എങ്ങനെ വന്നാൽ? ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ. ഇപ്പം ഭയം, ശോകം തുടങ്ങിയതിൽ ഒരു ഗുണവും, അങ്ങനെയുള്ള ഒരു ഗുണവും ആർക്കും ഉണ്ടാവാനില്ല. ഭയമുണ്ടായാൽ ഓടുക, ദുഃഖമുണ്ടായാൽ കരയുക, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ ഫലം കാക്ഷിക്കത്തക്കതോ ശ്ലാഘിക്കത്തക്കതോ അല്ലാത്തത് കൊണ്ട് അതിനു ഹേതുവായിരിക്കുന്ന, അതിന് കാരണമായിരിക്കുന്ന ഭയാദികൾ നിരർത്ഥങ്ങളായി മാറും. ഇങ്ങനെയുള്ള വ്യാപാരമായാലും ഫലകാംക്ഷ കൂടാതെ എന്നിൽ അർപ്പിക്കപ്പെടുന്നതാണെങ്കിൽ അത് ധർമ്മമായിട്ട് മാറുന്ന, പരമാത്മാവായിരിക്കുന്ന എന്നിൽ
നിഷ്കാമമായി അർപ്പിക്കുന്ന ഏതൊരു പ്രവൃത്തിയും അത് ഫലമുള്ളതാകും എന്ന് ഭഗവാൻ തുറന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ ഏഷാ ബുദ്ധിമതാം ബുദ്ധിർ മനീഷാച മനീഷിണാം യൽ സത്യമനൃതേനേഹ മർത്യേന ആപ്നോതി മാമൃതം. അനൃതേന മർത്യേന, അസത്യമായ ഈ ദേഹത്താൽ മർത്യേന, അമൃതം സത്യം, നാശമില്ലാത്ത മരണമില്ലാത്ത അമൃതമായിരിക്കുന്ന സത്യം, എപ്പോഴും ഉള്ളതാണ് സത്യം. അപ്പം എപ്പോഴും ഉള്ളവനും ഋതം നിർവികാരനുമായ മാം എന്നെ ആപ്നോതി ഇതി യത് പ്രാപിക്കുന്നു എന്നത് എന്താണോ ഏഷാം ബുദ്ധിമതാം ഇത് തന്നെ ബുദ്ധിമാന്മാരുടെ ബുദ്ധി വിവേകം, മനീഷിണ മനീഷാച മനീഷികളുടെ ചാതുര്യം, ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ അസത്യവും നശിക്കുന്നതുമായ മനുഷ്യദേഹം, അങ്ങനെയുള്ള ദേഹം കൊണ്ട് ആ ദേഹത്തിൽ നിർവികാരിയായി സ്വാത്മാവായി അമൃതസ്വരൂപനായി ഇരിക്കുന്ന എന്നെ ഒരാൾ സാക്ഷാത്കരിക്കുന്നുവെങ്കിൽ അതാണ് വിവേകികളുടെ ആ വിവേകം, സമർത്ഥന്മാരുടെ സാമർഥ്യം, ബുദ്ധിമാന്മാരുടെ ബുദ്ധി. ഇതൊക്കെ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയാണ്. ഏഷതേഭിഹിത കൃഷ്ണോ ബ്രഹ്മവാദസ്യ സംഗ്രഹ സമാസവ്യാസവിധിന ദേവാനാമപി ദുർഗമ. ദേവാനാം അപ്പി, ദേവന്മാർക്കു കൂടി ദുർഗമമായിരിക്കുന്ന, കടക്കാൻ ബുദ്ധിമുട്ടുള്ള, ധരിക്കാൻ പ്രയാസമുള്ള ബ്രഹ്മവാദസ്യ കൃഷ്ണ, ബ്രഹ്മവാദത്തിൻ്റെ സമസ്തമായ ഏഷ സംഗ്രഹ, ഈ സാരം സമാസവ്യാസവിധിന, സംക്ഷേപിച്ചും വിസ്തരിച്ചും, സമാസവ്യാസവിധിന തേ അഭിഹിത, നിനക്കായി പറയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം ദേവന്മാർക്ക് പോലും ദുർഗമമായിരിക്കുന്ന, അവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള വേദാന്ത സിദ്ധാന്തത്തിൻ്റെ സാരമാണ് ഉദ്ധവ ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. അതിനെ മുഴുവൻ ചുരുക്കി ആയും വിസ്തരിച്ചും, ചിലത് ചുരുക്കി ചിലത് വിസ്തരിച്ചു, അങ്ങനെയാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നത് ഭഗവാൻ പറയുന്നു. അഭീക്ഷ്ണശസ്തേ ഗതിതം ജ്ഞാനം വിസ്പഷ്ടയുക്തിമൽ ഏതദ്വിജ്ഞായ മുച്യേത പുരുഷോ നഷ്ടസംശയ. വിസ്പഷ്ടയുക്തിമൽ, ഏറ്റവും സ്പഷ്ടമായ യുക്തിയോടുകൂടിയ ജ്ഞാനം, ബ്രഹ്മജ്ഞാനം. അഭീക്ഷ്ണശഃ തേ, പല പ്രാവശ്യവും നിനക്കായി ഗതിതം പറയപ്പെട്ടിട്ടുണ്ട്. ഏതത്, ഇതിനെ വിജ്ഞായ അറിഞ്ഞിട്ട് പുരുഷൻ നഷ്ടസംശയ മുച്യേത, സംശയം തീർന്നവനായി മാറും, അവൻ മോചിപ്പിക്കപ്പെടും. പരമാർത്ഥ തത്വത്തെ അറിയിക്കുന്നതാണ് ഈ വേദാന്ത സാരം. അത് പലതരത്തിൽ പലപ്പോഴായി നിനക്ക് ഞാൻ ഉപദേശിച്ചു തന്നിട്ടുണ്ട് ഉദ്ധവ. ഇത് അറിയുന്ന ആളുകൾ, ഈ ഉദ്ധവന് നൽകിയ ഉപദേശം, ഉദ്ധവഗീത വേണ്ടതുപോലെ അറിയുന്നവരൊക്കെ തന്നെ എല്ലാ സംശയങ്ങളും തീർന്ന്, ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി, ആ ഹൃദയഗ്രന്ഥികൾ തകർന്ന്, അതേപോലെ സംശയങ്ങളൊക്കെ തീർന്ന്, ക്ഷീയന്തേ ചാസ്യകർമാണി, അവൻ്റെ കർമ്മങ്ങളൊക്കെ ഒടുങ്ങി ആ ഭഗവാനിലേക്ക് എത്തിച്ചേരും. വേറിട്ടവനായി സംസാര സങ്കടത്തിൽ നിന്നും സംസാര സാഗരത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടും. സുവിവിക്തം തവ പ്രശ്നം മയൈതദപി ധാരയേൽ സനാതനം ബ്രഹ്മഗുഹ്യം പരം ബ്രഹ്മാധിഗച്ഛതി. മയാ സുവിവിക്തം, എന്നാൽ സ്പഷ്ടമായി, ഏറ്റവും ഭംഗിയായി, സുവിവിക്തം വിവേചിക്കപ്പെട്ടതായ തവ ഏതത് പ്രശ്നം, അങ്ങയുടെ ഈ ചോദ്യത്തെ ധാരയേത് അപി, ധരിക്കുമെങ്കിൽ കൂടി, ബ്രഹ്മഗുഹ്യം സനാതനം പരം ബ്രഹ്മ അധിഗച്ഛതി, വേദത്തിൽ കൂടി മറഞ്ഞിരിക്കുന്ന സനാതനം, ശാശ്വതമായ നാശമില്ലാത്തതായ ധർമ്മം, അതാണ് സനാതന ധർമ്മം
എന്നുള്ളത്. അതിനെയൊക്കെ തെറ്റായിട്ട് ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, അല്ലേ? രാഷ്ട്രീയക്കാരൊക്കെ പ്രത്യേകിച്ചു. അപ്പം ഇങ്ങനെ ആ സനാതനമായിരിക്കുന്ന പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, അനശ്വരമായത്, ശാശ്വതമായത് എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പം ഇവിടെ ഉദ്ധവ, അങ്ങയുടെ ചോദ്യവും അതിന് ഞാൻ പറഞ്ഞു തന്ന ഉത്തരവും അത് അനുസന്ധാനം ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഉദ്ധവഗീതയെ കേൾക്കുക, വായിക്കുക, അനുമോദിക്കുക, മനസ്സിലാക്കുക, മനനം ചെയ്യുക, അങ്ങനെ അല്ലേ? ഈ രീതിയിൽ ചെയ്താൽ വേദത്തിൽ കൂടി അസ്പഷ്ടമായി പ്രതിപാദിച്ചത്, വേദത്തിൽ അത്ര സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാൽ ഇത് വളരെ സ്പഷ്ടമാണ്. അങ്ങനെ പ്രതിപാദിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ശാശ്വതമായ പരബ്രഹ്മം അത് ഇന്ന തരത്തിലാണ് ഇരിക്കുന്നത് എന്ന ജ്ഞാനം അഞ്ജസ, ഒരു പ്രയാസവും കൂടാതെ നമുക്ക് ലഭിക്കുന്നതാണ്. വേദരഹസ്യത്തെ അറിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അത് അറിയിപ്പിക്കാനും അറിയാനും ബുദ്ധിമുട്ടാണ്. വേദം കുറച്ച് സങ്കീർണമാണ്, പക്ഷേ വേദസാരമാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തിൻ്റെ തന്നെ സാരമാണ് ഈ ഉദ്ധവഗീത എന്നുള്ളത്. അപ്പം അതുകൊണ്ട് വേദരഹസ്യത്തെ അറിയാൻ സാധിക്കാത്തവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ധവന്റെ ചോദ്യം. ഉദ്ധവൻ ഇതൊന്നും അറിയാതെയല്ല, മറിച്ച് ഉദ്ധവൻ ചോദിക്കണു. അപ്പൊ എല്ലാം അറിയുന്ന ആളുകൾക്ക് ഇത്ര വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഭഗവാൻ കൊടുക്കുന്നു. അപ്പോൾ ഉദ്ധവന്റെ ചോദ്യവും ഭഗവാന്റെ ഉത്തരം പോലെ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്ന ആ 25-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ 26-ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. അതോടൊപ്പം തന്നെ ഈ വരുന്ന 21-ാം തീയതി വൈകുന്നേരത്തോടുകൂടി മള്ളിയൂർ മഹാസത്രം, ഭാഗവത മഹാസത്രം ആരംഭിക്കുകയാണ്. അതിൽ മള്ളിയൂരിൻ്റെയും അതേപോലെ തന്നെ മള്ളിയൂർ ധ്യാനിച്ചുറപ്പിച്ച മഹാഗണപതിയുടെ മടിയിലിരിക്കുന്ന ഗോപീഗണപതിയുടെയും കാരുണ്യാതിരേകം കൊണ്ട് 22-ാം തീയതി ഈ സത്രം ആരംഭിച്ച് പിറ്റേ ദിവസം 22-ാം തീയതി ബുധനാഴ്ച കാലത്ത് 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഭഗവാന്റെ കഥകൾ പറയാൻ, അല്ലെങ്കിൽ സത്രത്തിലെ പ്രഥമ പ്രഭാഷണത്തിന് ഈയുള്ളവനെയാണ് ഭഗവാൻ നിയോഗിച്ചിട്ടുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ അവിടെ എത്തിച്ചേരുക. പ്രഭാഷണത്തിന് മുമ്പായി അല്ലെങ്കിൽ ആ വേദിയിൽ വെച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ ഗീതിക എന്ന ഒരു പുതിയ പുസ്തകം കൂടി പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതിൽ വിഷ്ണു സഹസ്രനാമം അടക്കമുള്ള പല സ്തോത്രങ്ങളും അതോടൊപ്പം ഓരോ സപ്താഹത്തിനും പാടുന്ന പ്രത്യേകമായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു കൈപ്പുസ്തകം. ഭാഗവത അന്വേഷണ കുതുകികൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്നുള്ള രീതിയിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രകാശനവും അന്ന് നടക്കും എന്നുള്ള കാര്യം കൂടി എല്ലാവരെയും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. കഴിയുന്ന ആളുകളൊക്കെ അന്ന് 22-ാം തീയതി ബുധനാഴ്ച കാലത്ത് 9 മണിയോടുകൂടി പള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. മള്ളിയൂർ മഹാഗണപതി മൂർത്തി ഭഗവാന് കീ ജയ്. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ
രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ
ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.